മൊത്തത്തിൽ എന്റെ ജീവിതം പാഴായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പോലും എനിക്ക് തോന്നി. എല്ലാം മധുവിന്റെ കൺട്രോളിൽ. ഹോപ്പ്ലെസ് ആയി പോകുന്ന പോലെ. അപ്പോഴാ ചെറിയൊരു തുറുപ്പ് വീണ് കിട്ടിയത്. f-1 of x into 3 is equal to ആളിയോ ഉഗ്രനൊരു ഐറ്റം വരുന്നുണ്ടാ. സൂപ്പറാടാ, നോക്കടാ. Hey. Hi. Congratulations. I heard that anti-ragging squad idea നിങ്ങളുടേതാണെന്ന്. Yeah. പ്രശാന്തി. ചന്ദ്ര. Okay, bye. Okay, take care. ചന്തു മച്ചാ. ഏയ് ഇവിടെ വാ. എന്നെയാ? അതെ. ഏയ് പോട്ടടി, അങ്ങ് വിട്ടേക്കുന്നേ. നീ ഒന്നും മിണ്ടായിരിക്കും. അങ്ങനെ വിട്ടാ പറ്റില്ല. Just wait. ആളിയാ ഒരു ചാൻസ് ഒന്നാ തോന്നുന്നേ. ഞാൻ ഇപ്പൊ വന്നേക്കാവേ. പേരെന്താ? പ്രശാന്തി മാം. ഏത് ബ്രാഞ്ച്? സിവിൽ മാം. ആ റിംഗ് എന്താ? സ്റ്റൈലാ? ആ സ്റ്റൈലാ സ്റ്റൈലാ. ആ കാലിലെ റിംഗ് എന്തിനാ? ബോയ് ഫ്രണ്ട് ഉണ്ടോടി? എന്താ വന്നപ്പോഴേ സീനിയേഴ്സിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാറൊക്കെ ആയി അല്ലേ? സ്റ്റോപ്പ്. ഇയാൾ ചെല്ല്. സോറി മാം, നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് ഫ്രണ്ട്? യൂസ്ലെസ്. അവള് പറഞ്ഞു കേട്ടില്ലേ എന്റെ ഫ്രണ്ട് എന്ന്. നിന്നോട് ആരാ പറഞ്ഞേ? പോ. ഞാനുണ്ട്. എന്തൊരു ദേഷ്യമാണോ എന്തോ. എന്നാ പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ട് പോരുതോ? ആ സൂയുണ്ടോ? താങ്ക് ഗോഡ്, ഈ പൊല്ലാപ്പോളൊന്നും നമുക്കില്ല. പെട്ടെന്ന് എന്റെ പൊസിഷൻ വളരെ സ്ട്രോങ് ആയി. എങ്ങനെ സ്ട്രോങ് ആയെന്ന് ചോദിച്ചാ ഐ സഡൻലി ഗോട്ട് എ കോൾ ഫ്രം മധു. അത് 3 മാസത്തിന് ശേഷം. ഹലോ. ഹലോ. യാ പറയൂ. ഒന്നുമില്ല, അറിയാതെ ഡയലായതാണ്. ഓക്കെ ഓക്കെ. Stupid. Idiot. നാണമില്ല അവന്. അത് ഫ്രഷേഴ്സിന്റെ മുമ്പിൽ വെച്ച് ഫ്രഷറിന് ഷേക്ക് ഹാൻഡ് കൊടുത്തിരിക്കുന്നു. ആൺകുട്ടികൾക്ക് വേണ്ടി ഇത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കഷ്ടമാടി ഇത്. ഹായ്, ഡാൻസ് ക്ലാസ് ഇതല്ലേ? Can I join? ഓ ഡാൻസ് ചെയ്യാനോ? I'm Priyanka. ഓ ഹലോ 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 ഹലോ. സോറി. Come on come on. ഡാൻസ് ക്ലാസ് ജോയിൻ ചെയ്യാൻ വന്നതാ. അവളുടെ കൈ പിടിച്ചോണ്ട് കൊരങ്ങൻ. ഇപ്പോഴാ നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഒന്നുമില്ല. എന്നാ മാധു, നിന്നെ പോലെ ഞാൻ വെറുതെ ഇരിക്കില്ല. കാണിച്ചു കൊടുക്ക. അതിനെന്നെ കിട്ടില്ല. രാജേഷ് അറിഞ്ഞ അത് മോശ. ചെയ്യില്ലേ? ടൈസൺ ഫൈനലായിട്ട് പറയാ, ചെയ്യ്. നിനക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും അതെന്തു ആവട്ടെ. ഷാഫ്സ് എന്റെ വലിയൊരു ഫ്രണ്ടാണ്. ഓക്കെ. ആഹാ, എന്തൊരു ക്ലൈമറ്റ്. ഈ സമയത്ത് ഒരു ബിയർ, ഒരു ചിൽഡ് ബിയറും പിടിച്ചോണ്ട് ഒരു സൂപ്പർ ഫിഗർ നടന്നു വരുന്ന കാഴ്ച ത്രില്ലിംഗ് ആയിരിക്കും. അതെ അതെ. അളിയ പ്രിയങ്കയല്ലേടാ വരുന്നത്? നിന്റെ സമയം കൊള്ളാം. ജിൽ ജിൽ ജിഗ, ഇങ്ങ് വാടി മോളെ. എന്താണ് ഈ നാറ്റം? സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു നാറ്റം തന്നെ. എന്തോന്നറിയ ഇത്? ഇതിനെ തന്നെ എഴുതി പോടേ. നിങ്ങളുടെ ഷൂവിനാണോ?
അളിയ ഇത് അവളെയാടാ. ശരിയാ ഇത് അവളെ തന്നെയാ. Please, അവിടെ ഇരിക്ക്. ഞാൻ പോണ്. എന്നെ വിട്. ഞാൻ പോണു. വിട്. please. ഹായ് രാജേഷ്. Hi, how are you? ഐ എം ഫൈൻ. ഗുഡ് ഈവനിങ് അല്ലേ? നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. എന്തുപറ്റി? ചുമക്കുന്നല്ലോ. ഒന്നുമില്ല ക്ലൈമറ്റിന്റെ അലർജിയാ, സാറില്ല. രാജേഷ് ആർ യു ഓക്കെ? നിനക്ക് സ്മെല്ലൊന്നും വരുന്നില്ലേ? സ്മെല്ലോ? നോ. രാജേഷ് ഐ വിൽ മീറ്റ് യു ലേറ്റർ യാ. പ്രിയങ്ക, പ്രിയങ്ക. What man? എന്തൊരു നാറ്റമാടാ അവക്ക്. അവളത് അറിയുന്നുമില്ലടാ. എങ്ങനെ സഹിക്കണത്? ആക്ച്വലി ആ ബാഡ് സ്മെൽ അവൾക്കറിയാൻ പറ്റില്ലടാ. അത് നിനക്കെങ്ങനെ അറിയാം? എടാ, നീയല്ലേടാ ചെയ്തത്? ദുഷ്ടാ, സത്യം പറടാ. എന്തിനാടാ ചെയ്തത്? ഒന്ന് പറയടാ. അവനെ വിട്ടേക്ക്. ഒന്നും ഇത് ചെയ്യരുത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. നീ മാറിപ്പോ. എടാ പന്നി, നീ എന്തിനാ ഇത് ചെയ്തത്? അവള് നിന്നോട് എന്ത് ചെയ്തിട്ടാടാ? ഇവനാ പാവം പെൺകുട്ടിയോട് ഇത്രയ്ക്ക് ദേഷ്യം വരാൻ എന്താ കാരണമെന്ന് അറിയണല്ലോ. എടാ പറയടാ, ആര് പറഞ്ഞിട്ടാടാ? പറ പ്ലീസ്. എടാ അവനല്ല, ഞാനാ ചെയ്തേ. എന്താ? നീയോ? എന്തിന്? എന്തിനാടി? പോടാ. ഏതോ ഫ്രഷ് പെണ്ണിന് വേണ്ടി ഇങ്ങനെ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നത് എന്തിനാ? എന്താ തല്ലണോ? അല്പെങ്കിലും വിവരം ഉണ്ടായിരുന്നേ നീ അത് പറയൂ. അതിനറിയാതെ പറഞ്ഞു പോയതല്ലേ. ദേ, ഇനി അവളുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെട്ട വെച്ചേക്കില്ല ഞാൻ. ഏയ് എന്നോട് സംസാരിക്കടാ. ഞാൻ കാശ് കൊടുത്ത് അവനെ കൊണ്ട് ചെയ്യിച്ചതാ. നീ എന്ത് ചെയ്യും? എടാ നാണയില്ലാത്തവനെ, കാശ് വാങ്ങിട്ട് കൂട്ടുകാരെ ചതിക്കുന്നോടാ നാറി. ടൈസൺ, നീ എനിക്ക് ഒരു ബോട്ടിലൂടെ തരണേ. എത്ര രൂപ വേണമെങ്കിലും തരാം. വാങ്ങിച്ചോടാ, വാങ്ങിച്ചോ. ഇതൂടെ വാങ്ങിച്ചോ. കാശിന്റെ പുറകെ പോകുന്ന യൂദാസെ. പക്ഷെ പ്ലീസ് എന്റെ പ്രിയങ്കയെ മാത്രം വെറുതെ വിട്ടേ. ഇവന്റെ പ്രിയങ്കയാണെന്ന്. അതെ, എന്റെ പ്രിയങ്കയാ. ടൈസൺ, ഇതൂടെ വെച്ചോടാ. ആ വെച്ചോടാ, വെച്ചോ. പക്ഷെ എന്റെ പ്രിയങ്കയെ വീണ്ടും ഉപദ്രവിക്കാനാണെങ്കിൽ നീ വിവരം അറിയില്ല. പോടാ, പോ. പോടാ. പ്രിയങ്കയുടെ അടുത്തേക്കല്ലേ? പ്രിയങ്കയുടെ അടുത്തേക്കാ. എന്താ? ഓടി, പോടാ. നീ ഓടി. അവന്റെ കാര്യം പോക്കാം. അല്ല അപ്പു, രാജേഷ് പ്രിയങ്കയുമായി എടുക്കുന്നതിൽ നിനക്കെന്താ? എനിക്കൊന്നുമില്ലടാ. എന്താടി ഇത്രയ്ക്ക് നീ മാറിപ്പോയത്? എടി, ശ്രേയ മാഡത്തിന് ലൈൻ അടിക്കാൻ നീ എന്നെ സഹായിച്ചില്ലേ? എല്ലാത്തിനും നീ എനിക്ക് കൂട്ടു തന്നില്ലേ? പിന്നെ ഇപ്പോഴിങ്ങനെ എന്താ? എടാ അപ്പു, എടാ പ്ലീസ് എടാ. എടാ കാര്യം എന്താടാ? ഏയ് പോയി വല്ലതും തിന്നടാ. പ്ലീസ് അപ്പു, പ്ലീസ് എടാ. ഞാൻ ആ പെണ്ണിനെ ഒന്ന് ലൈൻ അടിച്ചോട്ടാ. പ്ലീസ് എടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. പ്ലീസ് എടാ. ഞാൻ ചെയ്യില്ലടാ. എനിക്കത് ഇഷ്ടമല്ല. ഓ, അത് എന്തുകൊണ്ടാ? ഇഡിയറ്റ്. എന്തുകൊണ്ടാണെന്നോ? എന്റെ കണ്ണിലേക്ക് നോക്കടാ. നിനക്കത് മനസ്സിലാവും. എന്റെ കണ്ണിലേക്കോ? നോക്കട്ടെ. ആടിന്റെ കണ്ണൂല അല്ലാതാ. നീ അത് അറിയില്ല. നിനക്കത് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നല്ലൊരു മനസ്സുണ്ടാവണം. പ്ലീസ് എന്നെ വിട്ടേക്ക്. നിന്റെ ഒരു കാര്യം. ഏയ് ചന്തു, ഒരു ലിഫ്റ്റ് തരൂ. ബാലു വരാത്തോണ്ടാ. ശരി വാ കേറ. പെൺകുട്ടികൾക്ക് ബൈക്കിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്. അത് ബോയ് ഫ്രണ്ടിന്റെ ബൈക്കാണെങ്കിൽ ജീവൻ കളയും, ജീവൻ എടുക്കുകയും ചെയ്യും. ഹായ്. ഏയ് നീ മനുഷ്യനോ മൃഗോ? നിനക്ക് നാണമില്ലല്ലോ. പെണ്ണുങ്ങളെ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് പോയാ വലിയ ഹീറോ ആവുന്ന വിചാരം. അതിന് ബോധം ഉണ്ടെങ്കിലല്ലേ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ കറങ്ങിയാ മതിയല്ലോ അല്ലേ? ആക്ച്വലി എനിക്ക് നാണം തോന്നുന്നു നിന്നെ പരിചയപ്പെട്ടല്ലോ നോർക്കുമ്പോ. അങ്ങനെയല്ല മാധു. ഇറ്റ്സ് ഓക്കേ. ഗോ ടു ഹെൽ. എവിടെങ്കിലും പോ. ഏയ് മാധു, മാധു. പ്രിയങ്ക, നമ്മുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് ഒന്നാണല്ലേ? ഞാൻ കമ്പനിക്ക് ബെസ്റ്റ് ആട്ടാ. ഏയ് എഴുന്നേക്ക്. ഇതെന്റെ പ്ലേസാ. എന്താ? അപ്പു ഇരുന്നു പോയില്ലേ? വിട്ടേക്ക്. ഞാൻ നിന്നോടാ പറഞ്ഞത്. എനിക്ക് രാജേഷ്. 1 മിനിറ്റ്. അപ്പു സില്ലിയായി ബിഹേവ് ചെയ്യരുത്. ഇരിക്കട്ടെ. രാജേഷ്, നീ വേണ്ടി പോകരുത്. ഫസ്റ്റ് ഇയർ മുതൽ ഇതേ സീറ്റിൽ ഒരുമിച്ചിരുന്ന നമ്മൾ കഴിച്ചിട്ടുള്ളത്. നിനക്ക് ആ സെന്റിമെന്റ്സ് ഇല്ലായിരിക്കും. ഉണ്ടെങ്കിൽ എരുമ പോലെ ഇങ്ങനെ ഇരുന്ന് കഴിക്കില്ലല്ലോ. അത് എന്റെ പ്ലേസാ. എന്നൊക്കെ പറ. രാജേഷ്, ഞാൻ പോയേക്കാം. പ്രിയങ്ക, നീ ഇവിടെ ഇരിക്കും. സാറില്ല, ഞാൻ പറയാം. അപ്പു നീ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഒരു തവണയല്ലേ ഇരുന്നുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. വാ, ഇവിടെ വന്നിരുന്നു. വാ, ഇവിടെ ഇരിക്കും. രാജേഷ്, എന്താ ഇതൊക്കെ? ഓട്ടുന്നേ.
എന്താ മാധു? അയ്യോ ഓക്കെ. ഈ രാത്രി നീ എനിക്ക് വേണ്ടി വന്നതാ? പൂർണ്ണമായിട്ടല്ലെങ്കിലും രാജേഷുമായി വഴക്കിട്ട് ശരിക്ക് പറഞ്ഞിട്ട് വരിക. കമ്പനിക്ക് വേണ്ടിയാ വന്നത്. നീ വല്ലത് കഴിച്ചതാണോ? എന്നാ വല്ലത് വാങ്ങിട്ട് വരാം. വാ. ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ല. എന്തായാലും വളരെ മോശമായി പോയി. അഭിമാനം ഉണ്ട് ഇങ്ങനെ കാണിക്കോ? രണ്ടും വേസ്റ്റ് ആയി പോയി. എടാ, ഇന്നലെ നിന്നെ മധു ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്താ വിളിച്ചത്? മൃഗമെന്ന്. എന്നെ അപ്പു മെസ്സിൽ വെച്ചാണെങ്കിലോ എരുമയെന്ന്. നമ്മളെ കുറിച്ച് എന്താണ് ഇവര് വിചാരിച്ചിരിക്കുന്നത്? എന്ത് പറ്റിയടാ ഇവിടുമാർക്ക്? പേര് കഴിക്കടാ. എടാ ചന്തു, നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അവരെ ഒതുക്കിയില്ലെങ്കിൽ അവർ രണ്ടാളും നമ്മുടെ തലേ കയറി നിരങ്ങും. അതെന്നും നമുക്കൊരു ഇൻസൾട്ട് ആയിരിക്കും. മാധു എന്നോട് സംസാരിക്കാറ് പോലുമില്ല. പിന്നെ ഞാൻ പ്രശാന്തോട് സംസാരിച്ച അവൾക്കെന്താ? ഞാനത് ചോദിക്കും, ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. അസൂയാണ് അവർക്ക്, അഹങ്കാരം. ചന്തു വാടാ, എന്നെ ഡ്രോപ്പ് ചെയ്യ്, കുറച്ച് പണിയുണ്ട്. കം ലെറ്റ്സ് ഗോ. രാജേഷ് വാടാ. അനാഥ പ്രേതങ്ങളെ പോലെ അർദ്ധരാത്രി ഇങ്ങനെ അലയാനാ നമ്മുടെ വിധി. അവളുമാരെയൊന്നും അങ്ങനെ വെറുതെ വിടരുത്. അവന് ഞാനും ഫ്രണ്ട്സാ. അവനാകാമെങ്കിൽ പിന്നെ എനിക്കെന്താ? ഇത്ര നാളെ രാവിലെ എഴുന്നേക്കിടെങ്കിൽ അപ്പോ അസൈൻമെന്റിന് അപ്പോ ഇന്റേണൽ അപ്പോ സൊല്ലാനും വേണം അപ്പു. എല്ലാത്തിനും എന്നെ വേണം. അതും പോരാഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണിനെ ലൈൻ അടിക്കണേലും അപ്പു. എനിക്ക് ഇഷ്ടമല്ലാത്തതിന് ഞാൻ കൂട്ടു നിൽക്കണം. അവരോട് വഴക്കടിച്ച് എന്തെങ്കിലും നേടാൻ നമുക്ക് പറ്റില്ല അപ്പു. അവനോട് വഴക്കിട്ട അവസാനം ഞാനും വിഷമിക്കുക. ഓഹോ, എന്നരുതി നമ്മൾ അവർക്ക് താഴ്ന്നു കൊടുക്കണമെന്നാണോ? നീ താഴ്ന്നൊന്നും കൊടുക്കണ്ട. ഓക്കെ, ബട്ട് റിമെമ്പർ, മധു വല്ലാതെ ഹേർട്ട് ആവുന്നുണ്ട്. ആ പ്രശാന്തിയുടെ കാര്യത്തിലാണ് ശ്രാവ്സ് എന്നോട് പറഞ്ഞത്. ഡോണ്ട് ലൂസ് ഹർ ഡാ, ഷീസ് എ ജെം. അവൾക്ക് നീന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാടാ. ഷി മേ ബി എ ജെം, പക്ഷെ എന്റെ കൂടെ വരുവാടാ. വിരൽ ഞൊടിച്ചാൽ ആവശ്യം പോലെ പെമ്പിള്ളേര്. ഏയ് ചന്തു, യു നോ സംതിങ്? അവിടെയാണ് നിനക്ക് തെറ്റിയത്. അവളങ്ങനെ വിരലും ഞൊടിക്കണമെന്ന് ചിന്തിക്കു പോലും ഇല്ലടാ. അതാ അവളുടെ സ്പെഷ്യാലിറ്റി. അതൊന്നും നിനക്കിപ്പോ പറഞ്ഞ മനസ്സിലാവില്ല. എന്തുകൊണ്ടോ ടൈസൺ പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. മാധവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ അങ്ങനെ ഞാൻ തീരുമാനിച്ചു. മാധു, ചന്ദ, ഐ എം സോറി. ഐ എം റിയലി സോറി ഫോർ യെസ്റ്റർഡേ. ആവശ്യമില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. സീരിയസ്ലി, നീ പ്രശാന്തിയുടെ എല്ലാവരുടെ കൂടെ വേണേലും കറങ്ങിക്കോ, എനിക്കെന്താ? മാധു പ്ലീസ്. നീ ഡ്രഗ്സോ ഡ്രിങ്ക്സോ അടിച്ചോ, അത് നിന്റെ ഇഷ്ടം. എനിക്കെന്താ? ഞാനാരാ? മാധു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ ഡ്രഗ്സ് അടിക്കുന്നോ? ഞാൻ ഡ്രിങ്ക്സ് കഴിക്കുന്നോ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തോ എനിക്കറിയില്ല. അപ്പൊ ഞാൻ കഴിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ചന്തു, ഈ ടോക്ക് ഇവിടെ നിർത്താം. നിനക്ക് പോകാം. നമ്മൾ തമ്മിൽ പിരിഞ്ഞു. ഇതോടെ എല്ലാം ഫിനിഷ്. മാധു, എന്നാ പിടിച്ചോ, എനിക്ക് വേണ്ട നിന്റെ ഗിഫ്റ്റ്. താങ്ക്സ്. ഏയ്, ആ സിം കാർഡ് എടുക്ക്, അതെന്റെയാ. ഇത്തിരി തൊലി വെളുത്ത് പോയതിന്റെ അഹങ്കാരം അല്ലേ? ശ്രാവന്തി, വീട്ടിലേക്കാ? നമുക്കൊരുമിച്ചൊരു ഡാൻസ് ചെയ്തിട്ട് പോയാലോ? ഓക്കെ, ഐ വിൽ ഡ്രോപ്പ് യു. നോ. എന്നാ നാളെ ഒരു സിനിമയ്ക്ക് വരൂ. ശ്രാവന്തി, ഞാനും കൂടെ അവിടെ വരെ വന്നോട്ടെ? യെസ്, നല്ല പെർഫ്യൂം. ശ്രാവന്തി, ഈ മുടി എന്തെങ്കിലും സ്പ്രിങ് പോലെ കിടക്കണേ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. Can I touch it? ഓ, ഒറ്റ പ്രാവശ്യം തൊട്ടോട്ടെ പ്ലീസ്. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ടേക്ക് കെയർ ശ്രാവ്സ്. ശ്രാവ്സ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിലേ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. Whatever. See, ശ്രാവ്സ്, ഞാൻ നിന്നെ പോലെ ഇവിടെ ഇപ്പൊ ഫ്രഷസ് അല്ലാതായില്ലേ? I think you can come out with me. നാളെ നമുക്ക് സിനിമയ്ക്ക് പോയാലോ? ഏതായാലും വന്നല്ലേ, ഡിന്നർ കൂടി പ്ലാൻ ചെയ്യട്ടെ ശ്രാവ്സ്? ഏയ്, നേരെ നോക്ക്. സിനിമ കാണാനല്ലേ വന്നത്?
അഭ്യാസം ഇറക്കിയാൽ ഞാൻ സ്ഥലം വിടും. ഇറ്റ്സ് ഓൾ റൈറ്റ്. Thanks. വേണോ? ഏയ് അതാ സംഗീതല്ലേ? कोई मनुष्य बार बार अपनी छतरी लेने से इनकार करते हैं तो समझो उसके भीगने का वक्त ഏയ് സംഗീത. क्या है। നിനക്ക് വിവരമില്ലേ? ഏയ് അവർക്ക് നിന്റെ കമ്പനി ആവശ്യമില്ല. वाह 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 വാ വാ പ്ലീസ് ടൈസൺ, കം. ഹായ് സംഗി, വാട്സ്ആപ്പ്. ഈ ശങ്കർ മൂവി കണ്ടുകൊണ്ടിരിക്കുക. വെരി ഇൻട്രസ്റ്റിംഗ് മൂവി, സൂപ്പർ ആയിട്ടുണ്ട്. ആരുടെ കൂടെ? എന്റെ കസിന്റെ കൂടെയാ. നീ ഇങ്ങോട്ട് വാ. ഇപ്പോഴോ? ഇതേ നിന്റെ കൂടെ കാണേണ്ട സിനിമയാ. വേറൊരു ദിവസം കാണാം സംഗി. ഓക്കേടാ. ആരടാ സംഗീതയാ? എടാ, പോടാ. ഏയ് ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. എന്ത് ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്? ശങ്കർ തറിഞ്ഞ ഹാർട്ട് ബ്രേക്ക് ആവും, അത് ഉറപ്പാ. നീ പറയുവോ? ഓഫ് കോഴ്സ്. അവളൊരു പെണ്ണോ പിശാചോ? ഐ കാൻ ബിലീവ് ദിസ്. ഇത് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ റെസിഡൻസ്. ഹി വാസ് എ ഗ്രേറ്റ് മാൻ. കോളേജ് ബിലീഫ് എന്താണെന്ന് വെച്ചാൽ എവറി ഇയർ ഓരോ സ്റ്റുഡന്റിനും അദ്ദേഹം സിംഹത്തെ പോലെയാണെന്നാണ്. ആൻഡ് ദാറ്റ് സ്റ്റുഡന്റ് വിൽ ബി ആൻ അച്ചീവർ. യു മേ ബി വൺ ഓഫ് ദം. Library, one of the best in the state. Ideas room. Every year we implement one best idea coming from new students. Department of Electronics and Communication Engineering. Now for IT research. And here we are. State of the art robotics lab. താൻ നന്നായി പാടി. സൂപ്പർ. താങ്ക്സ്. പേരുകൾ പറയടാ. അർജുൻ സർ, ബാലു സർ, ചന്തു സർ. മധു സർ. ഏയ് എല്ലാരും സെല്യൂട്ട് ചെയ്യടാ. മധു, ഇവിടെ വാ. ഇവിടെ ഇരിക്ക്. സല്യൂട്ട് ചെയ്യുന്ന അങ്ങനല്ല, കൈ അത്ര. തല കുനിച്ചില്ലടാ. അറ്റൻഷൻ. ജമ്പ് അപ്പ്. Oh mighty mighty seniors, we are dirty dirty juniors, we salute you sir. Oh mighty mighty seniors, we are dirty dirty juniors, we salute you sir. Oh mighty mighty seniors, we are dirty dirty. ഏയ് എന്തിനാ ചിരിക്കുന്നത്? ഫസ്റ്റ് ഡേ കോളേജിലേക്ക് ആണുങ്ങളെ പോലെയാണ് വരുന്നത്. 1000 ടൈംസ് ഇമ്പോസിഷൻ എഴുതിക്കോ. ഇനി ഈ കോലത്തിൽ കോളേജിലേക്ക് വരില്ലെന്ന്. നാളെ പട്ടുസാരി കൊടുത്തോണ്ട് വന്നേക്കണം. നീ കേട്ടല്ലോ? ഇവിടെ വാടാ. ഏയ് നിങ്ങളോടല്ലടാ, നിങ്ങൾ ചാടണടാ. എന്താടാ ഡബിങ് വേണോ? ചുണ്ടനങ്ങുന്നുണ്ട്, സൗണ്ട് ഇല്ലടാ. നിന്റെ പേരെന്താ? മണിയപ്പ കണിയുന്ന എന്റെ പേര്. എനിക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയില്ല. എന്താടാ കളിയാക്കോ? അല്ല സാർ. നിന്റെ വീട് എവിടെയാടാ? ശ്രീകാകുളത്തുനിന്ന് പിന്നെ അകത്തേക്ക് കുറെ പോണം. മലയാളം മീഡിയ? ആ അതെ സാർ. കുറെ മൈക്കിൾ ജാക്സന്റെ CD വാങ്ങിച്ച് 50 പാട്ടിന്റെ ലിറിക്സ് എഴുത്. സാർ അതാരാണെന്ന് മനസ്സിലായില്ല സാർ. ഹലോ, എന്തു പറ്റി? സാർ ആ പേരൊന്നുകൂടി. ഇടാ പോടാ സാർ പോടാ. ഇങ്ങ് വാ. വാടാ. സാർ ആ പേരൊന്ന് പറഞ്ഞു തരാമോ സാർ? മൈക്കിൾ ജാക്സൺ ആടാ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനും ശ്രീകാകുളത്തുകാരനാ. എനിക്കും ആദ്യം ഇംഗ്ലീഷ് ഒന്നും വലിയ പിടിയില്ലായിരുന്നു. കോളേജിൽ വന്നതിന് ശേഷം എല്ലാം പഠിച്ചത്. നിനക്ക് ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഒന്ന് ചിരിക്കടാ, നല്ലോണം ചിരിക്കടാ. അതുകൊണ്ടല്ല സാർ, എനിക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞൂടാത്തോണ്ട്. സാരി ഒന്നും ഉടുത്ത് ശീലിക്കരുതെന്ന് പപ്പയും മമ്മയും പറഞ്ഞിരിക്കുന്നു. ഓക്കെ ഓക്കെ, റിലാക്സ്. എന്തിനാ ഇങ്ങനെ കരയുന്നത്? നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാ. എന്നാ ക്ലാസ്സിലേക്ക് ചെല്ല്, കരയണ്ട. വേഗം ചെല്ല്, ക്ലാസ് തുടങ്ങാറായി. ഇന്ന് ഞങ്ങളുടെ എല്ലാം ബാഗ് ചുമക്കേണ്ടത് നിങ്ങളാ. എടുക്കടാ. എന്താടാ നിന്ന് ചെറിയുന്ന? ഞാൻ MLA മോഹനവർമ്മയുടെ മോനാ. സീരിയസിന്റെ അടുത്ത് അവന്റെ കളി. മന്ത്രിയുടെ മോനെ ഞങ്ങള് സെപ്റ്റി ടാങ്കിലായിട്ടത്. അത് മൂടിയത് നിന്റെ ഭാഗ്യം. ഇവിടെ പൊണ്ണത്തടിയന്മാരെ, നിനക്കൊക്കെ എന്തിനു സൂക്കനാണോ? ഏത് ഭാഷയിലായാലും എനിക്ക് ഇഷ്ടമില്ലാത്ത ഏക വാക്കാടാ നീ ഇപ്പൊ പറഞ്ഞത്. സർ വേണ്ട സർ വേണ്ട സർ, ഒന്നും ചെയ്യരുത് സർ പ്ലീസ് സർ കട്ടിയില്ലേ സർ കട്ടിയില്ലേ സർ കട്ടിയില്ലേ സർ കട്ടിയില്ലേ സർ. എന്റെ മുടി
എങ്ങനെയുണ്ട്? ബോറാണോ? ശരിക്കും ഒരുപാട് ബോറാണോ? ഇത്ര ടെൻഷൻ ആവുന്ന എന്തിനാ? ഓ, ആ തടിമാടൻ എന്റെ കൈ കൊണ്ടേ ചാകുള്ളൂ. ഏയ് ഇതാ നല്ലത്. അപ്പൊ എന്റെ ഫേസ് ഓക്കെ ആണോ? സത്യമാണോ? സീരിയസ് ആയിട്ട് പറ പ്ലീസ്. പറഞ്ഞു നീ കേട്ടില്ലേ, വെള്ളത്തിൽ വീണ കോഴി പോലെ തന്നെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. അതിന് കുറച്ച് മുടി പോയെന്ന് പറഞ്ഞ് ഗ്ലാമറിന് എന്ത് കുഴപ്പ? എന്താ കുഴപ്പ? ആ പൊണ്ണ തടിയിലെ ഞാൻ വെറുതെ വിടൂല. അവനിട്ട് പണി കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് രാജേഷ് എന്നല്ല, നീ നോക്കിയോ. ഇവിടെ വേടാ, എന്തോന്നടാ ഇത് ചെളുക്കുണ്ടി നേടിച്ച് വന്ന പന്നിയെ പോലെ ഇരിക്കണത്? ഇങ്ങനെയാണോ കോളേജ് വരുന്നത്? നീ ഇത് എവിടെ നിന്ന് ഇപ്പൊ പൊട്ടി മുളച്ചത്? ഞാൻ സീനിയറാടാ, പോയി കുളിച്ചിട്ടോടാ. നിന്റെ ബ്രാഞ്ച് ഏതാടാ? മെക്കാനിക്കൽ. അച്ഛൻ ഡിഫൻസില്. അമ്മ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. ഡേയ് നമ്മളാളാ വിട്ടേക്ക്. ഹായ് പ്രവീൺ, ഫ്രണ്ടാ? ആയരെ പോയി കിട്ടിയളയാ. ലഞ്ച് കഴിഞ്ഞോ? ഇല്ല. എന്നാ വാ. ആ പാട്ട് പാടിയപ്പോ സൽവാർ അല്ലാതെ ദാവണി കൊടുക്കായിരുന്നില്ലേ? ഓക്കെ സർ. നാളെ വരുമ്പോ ദാവണി എടുത്തോണ്ട് വരണം. ആക്ച്വലി എന്റെ കയ്യിൽ ഇപ്പോഴതില്ല, പഴയതേതോ. മാധു, ഞാൻ പറയുന്നേക്ക്, ഐ എം എ സീനിയർ. ഓക്കെ ഓക്കെ. ആട്ടെ, ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ? ഐ മീൻ ഫ്രണ്ട്സ്? എന്ന് ചോദിച്ചാ ചന്തുവിനെ അറിയാം. ചന്തു ആരടാ? ഞാനാ സർ. മുഴുവൻ പേരെന്താന്ന് പറ. ചന്ദ്രശേഖർ സർ. ചന്ദ്രശേഖറിന് വിളിക്കണം, മനസ്സിലായോ? ശരി സർ. ക്ലാസ്സിപ്പോ മാധു എവിടെ പഠിച്ചേ? ഹോളി ഏഞ്ചൽസ്. എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? 90%. റാങ്ക് എത്രയായിരുന്നു? പേരൊന്ന് പറയോ? എന്താടാ ചോദിച്ചത്? ഒന്നുകൂടെ ചോദിച്ചേ. അല്ല, പേരൊന്ന് പറയാവുന്ന. നീയാണ് കൊള്ളാമല്ലടാ, വന്ന് കയറണതിന് മുമ്പ് എന്റെ പെണ്ണിന്റെ പേര് തന്നെ അറിയണം അല്ലേ? എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാ സാർ. എന്താടാ ഇൻട്രസ്റ്റ് തോന്നിയോ? യു ബ്ലഡി ബിച്ച്. നിന്റെ ഷർട്ട് ഊരിടാ. ഇത്ര ധൈര്യം എന്താണെന്ന് ഒന്ന് നോക്കട്ടെ. എന്തൊരു ബോഡിയാണെന്ന് നോക്കണേ. എന്നിട്ട് മൈക്ക് ടൈസൺ ആണെന്നാ വിചാരം. ഒന്ന് ഊതിയാ പറന്നു പോവില്ലോടാ നീ. എന്നാലും എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേരറിയണം അല്ലടാ. സഞ്ജയ്, നവീൻ, മതിയാക്കടാ. അവര് ക്ലാസ്സിൽ പോട്ടെ. നിങ്ങൾ ചെല്ല്. നീ സൂക്ഷിച്ചോ. റാഗിംഗ് കൊണ്ട് ചില നേട്ടങ്ങളുണ്ടായി. ഞങ്ങൾ ഫ്രഷേഴ്സ് എല്ലാവരും കൂടുതൽ പരിചിതരായി. മധു, ശങ്കർ, രാജേഷ്, അപ്പു, ബാലു, അർജുൻ, അതായത് ടൈസൺ. എന്തായാലും അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളായി മാറി. ഡാ അവിടെ നിക്കടാ. ഡാ, ഈ അസൈൻമെന്റ്സ് എല്ലാം 2 hours കംപ്ലീറ്റ് ചെയ്ത് തരണം. ഞങ്ങൾക്ക് 10 കോപ്പിയാ വേണ്ടത്. പോയി എഴുതിക്കൊണ്ട് വാടാ. സർ, ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് സർ. നിർത്തടാ, ഞങ്ങൾക്ക് കൊണ്ടുവരാ. മിണ്ടാതെ പോയി എഴുതിക്കോ. 2 hours എഴുതിക്കോണം. മനസ്സിലാടാ? ഡേയ് വാടാ. നമ്മൾ ആരും ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്ന അങ്ങനെയാടാ. ഞാൻ പൊയ്ക്കോടാ, എനിക്ക് ബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാ. കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ടോപ്പ് ചെയ്യണം, അതുകൊണ്ടാ. ശരി, നീ പൊക്കോ. താങ്ക്സ്, ബൈ. ഇതെന്ത് പറ്റിയതാ? MLA യുടെ മകനാണെന്ന് പറഞ്ഞു, അത്ര തന്നെ. ഇയാളത്ര ഞെളിയൊന്നും വേണ്ട. സാരി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ അവന്മാരുടെ മുമ്പിൽ ഇരുന്ന് മോങ്ങുമല്ലായിരുന്നോ? ആ തടിമാടനെ ഉണ്ടല്ലോ, അവനെ ഞാൻ വെറുതെ വിടുമെന്നാരും കരുതണ്ട. ഞാൻ ആരാണെന്ന് അവനെ കാണിക്കാം. അതെന്താ നീ എഴുതുന്നില്ലേ? ഐ ഗോട്ട് ഇറ്റ്. ഒറ്റ തവണ ഞാനത് ക്യാച്ച് ചെയ്യും. അത് സത്യോ. ഫസ്റ്റ് ഡേ തന്നെ സീനിയറിനെ ലൈൻ അടിച്ച പാർട്ടിയാ. ചിരിക്കണ്ട, എഴുത്.您只需在听到声音信号时，选择15号频道即可。ഇത്ര പെട്ടെന്ന് തീർത്തോ? അവൻ അങ്ങനെ മോനെ, ചെയ്യുന്ന ജോലി വളരെ വേഗത്തിൽ തന്നെ തീർക്കും. ഇഷ്ടമല്ലാത്തത് നോക്കു പോലും ഇല്ല. മോനെ, നാളെ മുതൽ ഇവന്റെ കാര്യങ്ങളെല്ലാം നീ ഒന്ന് നോക്കിക്കോണേ. ദിവസവും കോളേജിൽ വന്ന് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയാത്തോണ്ടാ. അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ കൊണ്ട് കഴിയാവുന്ന ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ലൈഫ് നോക്കണ്ടേ? എന്റെ വീടങ്ങ് ശാസ്ത്രനഗറിലാ. വീട്ടിലെത്തുമ്പോഴേക്ക് രാത്രിയാവൂലേ? നിങ്ങൾ എവിടെ താമസിക്കുന്നേ? കൈമനം. ഏയ്, ഞാൻ എന്റെ എഴുതിക്കോളാം, നീ നിന്റെ എഴുത്. ഓക്കെ? അത് കണ്ടില്ലേടാ, അവൻ നിനക്ക് എന്തിനാ എഴുതി തരുന്നത്? നീ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോ സീനിയേഴ്സ് ആണെന്ന് പോലും നോക്കാതെ നിന്റെ കൂട്ടുകാർ എന്തിനാ നിന്നെ ഒറ്റയ്ക്കാക്കാതെ നിന്റെ കൂടെ തന്നെ നിന്നത്? ഇതിനെയാ മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് നിനക്കില്ലെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നിനക്ക് വലുത് നിന്റെ കാര്യങ്ങളാണെന്ന് നീ പറഞ്ഞില്ലേ? അതെന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മോനെ, എഴുന്നേറ്റ് വാടാ, വീട്ടിലേക്ക് പോകാം. ഇനി ഇതൊന്നും എഴുതേണ്ട കാര്യം നിനക്കില്ല.